ഹായ്, സുഖല്ലേ? കഴിഞ്ഞ ദിവസം എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഈ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അറിയാവുന്ന ആൾക്കാരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി. അതായത് നമുക്കൊരു എക്സ്പീരിയൻസ് വരുമ്പോഴാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് കഴിഞ്ഞ ദിവസം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ, ഒരു ChatGPT പ്രോംപ്റ്റിൻ്റെ. അപ്പോൾ ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു അവൻ അത്യാവശ്യം ഞാൻ സംസാരിക്കണം, വിളിക്കാം ഇവിടെ ഫ്രീ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ വിളിച്ചു വന്നിട്ട് വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്താ ഇപ്പോൾ അക്കൗണ്ടിൽ കാണിച്ചു കൂട്ടുന്നത്, എന്താ ഇങ്ങനത്തെയൊക്കെ പോസ്റ്റ് ഇടുന്നതെന്ന് ചോദിച്ചു, നീ എന്താ ഫോക്കസ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു, പാട്ടും പേഴ്സണൽ വ്ളോഗിങ് ഒക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്തിനീ പേഴ്സണൽ വ്ളോഗിങ് ചെയ്യണേ, പറ്റുന്ന പണിക്ക് പോയാൽ പോലെ, നിനക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്, അപ്പോൾ അത് മാത്രം പാടിയിട്ടാൽ പോരെ എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ അവനോട് പറയുകയും ചെയ്തു, എനിക്ക് പേഴ്സണൽ വ്ളോഗ് ചെയ്യുന്നത് ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ എന്നിട്ടും ഡിഫെൻഡ് ചെയ്യുന്ന പോലെ നീയൊക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആര് കാണാനാ, അല്ലാതെ വല്ല പറ്റുന്ന പണിക്ക് പോയാൽ പോലെ, പാട്ടൊക്കെ ഇട്ടാൽ പോലെ എന്നുള്ള രീതി സംസാരിച്ചു. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞത് വെച്ച് പേഴ്സണൽ വ്ളോഗ് ഞാൻ ആയിട്ടുണ്ടെങ്കിൽ ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, ഐ എം എ ബിഗിനർ, ലൈക്ക് എൻ്റെ വീഡിയോസ് അധികം ആൾക്കാരിലേക്ക് എത്തുന്നതേ ഉണ്ടാവുള്ളൂ. ഈ പേഴ്സണൽ ബ്ലോഗിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ആരുടെയും വീഡിയോസ് ഇടുമ്പോൾ തന്നെ 1 മില്യൺ 2 മില്യൺ അടിച്ചിട്ടല്ലല്ലോ, എല്ലാവരും പതുക്കെയല്ലേ. ഇത് ഞാൻ അവനോട് പറയുകയും ചെയ്തു. എന്നിട്ടും അവൻ്റെ പറച്ചിലൊരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ, നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്, എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകണമെന്നുള്ള രീതിയിലാണ് അപ്പോഴും സംസാരിച്ചത്. അതെനിക്കിഷ്ടപ്പെട്ടില്ല. ഞാനൊന്നും മിണ്ടിയില്ല. അവൻ പറഞ്ഞു, എന്നിട്ട് ഓക്കെ ശരി പറഞ്ഞു 2 മിനിറ്റ് എന്തോളം പറഞ്ഞു വെച്ചു. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി മനസ്സിലായത് എന്തുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ പറയണത് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അറിയാവുന്ന ആൾക്കാരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയണത്. വേറൊന്നും കൊണ്ടല്ല, അവർ പറയുന്നത് ഇപ്പോൾ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതിനേക്കാളും അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് നമ്മൾ കുറച്ചുകൂടെ വിലയിരുത്തും. എന്ന് വെച്ചാൽ അവർ പറയുന്ന ചിലപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് ആണെങ്കിൽ നമ്മളതിനെ ഒരു ലൈക്ക് കൂടുതൽ വാലിഡേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ശരിക്കും ഡൗട്ട്ഫുൾ ആവും, നമ്മുടെ കഴിവിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിലൊക്കെ ഡൗട്ട്ഫുൾ ആവാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് പറയുന്നത്. ഞാനിത് നേരത്തെ അക്കൗണ്ട് ആയതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിനിപ്പോൾ എന്താ അറിയുന്ന ആൾക്കാരെന്നുള്ള രീതിക്ക് ഞാൻ എടുത്തിട്ടുള്ളൂ. അവൻ പറഞ്ഞത് എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് കിട്ടി എങ്കിലും ലൈക്ക് നൗ ഐ എം ഫൈൻ. അത് ചില ആൾക്കാർക്ക് അത് പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസ് എ ബെറ്റർ ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവരവരുടെ ഭാഗത്ത് കിടന്ന് പറയും, അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെയും പോവാം. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, പറയുന്നവർ അങ്ങനെ കിടന്ന് പറയും. അത് നോക്കിയിരിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം നടക്കില്ല. സോ അവർ പറയുന്നത് പറയട്ടെ എന്ന് കരുതിയാൽ മതി, അത്രേ ഉള്ളൂ. കോൺഫിഡൻസ് ഇഷ്യൂ ഉള്ള ആൾക്കാർ, അറിയാവുന്ന ആൾക്കാർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അല്ലാത്തവർ അത് മൈൻഡ് ചെയ്യാതെ കൊണ്ടുപോവുക. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലേ. ഓക്കെ, അപ്പോൾ എനിക്കിത്ര പറയാനുള്ളൂ. താങ്ക് യു, ബൈ.